CPM നിന്ന് പുറത്തുപോയി UDFിൻ്റെ പിന്തുണയോടുകൂടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴയിൽ മത്സരിക്കുന്ന CPMൻ്റെ മുൻ മന്ത്രി കൂടിയായിരുന്ന G. സുധാകരനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെറ്റ എന്ന് വിളിച്ചു എന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിവാദമായിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ചെറ്റത്തരം എന്നാണ്. ചെറ്റത്തരം എന്ന് പറയുമ്പോൾ സംതിങ് അസോസിയേറ്റഡ് വിത്ത് ദ പീപ്പിൾ ലിവിങ് ഇൻ ദ ചെറ്റപ്പുര. ചെറ്റപ്പുരയിൽ ജീവിക്കുന്നവർക്ക് സഹജമായിട്ടുള്ള സ്വഭാവം ആണ്, അതവർ കാണിക്കാതിരിക്കില്ല എന്നതാണ് അതിൻ്റെ ധ്വനി. ഒരുപക്ഷെ അദ്ദേഹം ഹൃദയം കൊണ്ട് അത് ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. സാധാരണ ഗ്രാമ്യഭാഷയാണ് അതൊക്കെ. അപ്പോൾ ഈ ചെറ്റത്തരം എന്നല്ലാതെ വേറൊന്നും അതിന് പറയാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചെറ്റ എന്നാണ്. അപ്പോൾ ചെറ്റകൾ അവരുടെ ആ ക്ലാസ്സാണ്. ആ ക്ലാസ് ആൾക്കാർ ഇങ്ങനെ പെരുമാറൂ എന്ന ഒരു ധ്വനി അതിനുണ്ട്. അപ്പോൾ അത് ഇത്തരം പദപ്രയോഗങ്ങളെല്ലാം തന്നെ പൊളിറ്റിക്കൽ ഡെക്കറത്തിൻ്റെ ഇറോഷനാണ് കാണിക്കുന്നത്, ച്യുതിയാണ് കാണിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിലൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ തന്നെ രാഷ്ട്രീയ സംവാദങ്ങളെല്ലാം തന്നെ ആശയങ്ങളിൽ ഊന്നിയിട്ടുള്ള സംവാദങ്ങളായിരുന്നു അന്നൊക്കെ നടന്നിരുന്നത്. പിന്നീട് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഒരുപിടി പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെ പാർട്ടിക്ക് ദോഷം വരുത്തിയിട്ടുണ്ട്. കുലംകുത്തി, പരനാറി, നികൃഷ്ടൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പദപ്രയോഗങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതെല്ലാം തന്നെ രാഷ്ട്രീയ ഭാഷയുടെ അപജയം വിളിച്ചു പറയുന്ന ഭാഷാപ്രയോഗങ്ങളൊക്കെ ഒക്കെ തന്നെയാണ്. അപ്പോൾ കേരളത്തിലെ വോട്ടർമാർ രാഷ്ട്രീയ ബോധമുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രബുദ്ധത ഉള്ളവരൊക്കെ ആണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വൈകാരികമായ ചില ഘടകങ്ങൾ വലിയ സ്വാധീനങ്ങൾ ചെലുത്താറുണ്ട്. അപ്പോൾ അത് ഇത്തരം പ്രയോഗം ആരാണോ പറയുന്നത് അതിന് ആ വിക്ടിമിന് ആ ഇരയ്ക്ക് അനുകൂലമായിട്ടുള്ള സഹതാപ തരംഗമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുമുണ്ട്. പണ്ട് NK പ്രേമചന്ദ്രനെതിരെയുള്ള പരനാരി പ്രയോഗം കൊല്ലത്തെ വോട്ടർമാരെ വൈകാരികമായി സ്വാധീനിച്ചതിൻ്റെ ഫലമായി MK പ്രേമചന്ദ്രന് വലിയൊരു ഭൂരിപക്ഷം അന്ന് അവിടെ കിട്ടി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ ചെറ്റത്തരം എന്നുള്ളത് ചെറ്റപ്രയോഗം G. സുധാകരൻ പയറ്റിത്തെളിഞ്ഞ രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം അത് കൃത്യമായി ഉപയോഗിക്കുകയാണ്. അത് ക്ലാസ് പൊളിറ്റിക്സിൻ്റെ ഒരു അടയാളമാക്കി അദ്ദേഹം പറയുകയാണത്. അതുകൊണ്ട് തന്നെ ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക്, അടിസ്ഥാന വർഗങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് അകൽച്ച ഉണ്ടാകാം. കാരണം പാവങ്ങളെ അദ്ദേഹം ഇങ്ങനെയാണല്ലോ കാണുന്നത്, വളരെ മീനായിട്ടാണല്ലോ കാണുന്നത് എന്നൊരു അഭിപ്രായം ഇതിനകം അവരുടെ ഇടയിലൊക്കെ ആ ക്ലാസ്സിൻ്റെ ഇടയിൽ ഫോം ചെയ്തിട്ടുണ്ടാവും, കൺസോൾട്ടേറ്റ് ആയിട്ടുണ്ടാവും. പക്ഷേ ഈ അണികളുടെ ഇടയിൽ അണികൾക്ക് ആത്മവീര്യം പകരണമല്ലോ, അതിനുവേണ്ടി അദ്ദേഹം പറഞ്ഞു പോകുന്ന പ്രയോഗങ്ങളായിരിക്കും കയ്യടി കിട്ടാനും ഒക്കെ. കാരണം അവരെ ഒരുമിച്ച് നിർത്താനും നിങ്ങളുടെ നേതാവ് എന്ത് പറയാൻ ധൈര്യശാലിയാണെന്നും അതിനുള്ള ആർജവമുള്ള ആളാണെന്നും എന്തിനേയും ഒരു കൂസലുമില്ലാതെ ഭയപ്പാടില്ലാതെ അഭിമുഖീകരിക്കാൻ ശക്തിയുള്ള ഒരു കരുത്തുറ്റ നേതാവാണെന്നൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരം പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നത്. അണികൾക്കിടയിൽ അത് വളരെ ഗുണമായിരിക്കും. എന്നാൽ ഈ എന്താ പറയുക, രാഷ്ട്രീയ മാന്യതയുള്ള സാധാരണക്കാരായ നിഷ്പക്ഷ വോട്ടർമാർ മാന്യമായ ഭാഷ ഉപയോഗിക്കുന്നത് കാണാനും കേൾക്കാനും ആഗ്രഹമുള്ളവരാണ്. അത്തരം ആൾക്കാരെ പാർട്ടിയിൽ നിന്ന് അകറ്റാം ഇത്തരം പദപ്രയോഗങ്ങൾ കൊണ്ട് തന്നെ. അപ്പോൾ വികസനം ചർച്ചയാകേണ്ട ഇടങ്ങളിൽ ഇത്തരം പദപ്രയോഗങ്ങൾ ചർച്ചയാകാൻ സാധ്യതയുണ്ട്. അവിടെ വളരെയധികം ജാഗ്രത അദ്ദേഹം പുലർത്തേണ്ടിയിരുന്നു, വളരെ സൂക്ഷ്മത പുലർത്തേണ്ടിയിരുന്നു ഇത്തരം പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ. അപ്പോൾ ഇതിനു മുന്നേ മരിച്ച ഏതാനും ദിവസങ്ങൾക്ക് ഉള്ളിൽ TP ചന്ദ്രശേഖരനെ
കുലംകുത്തി, അത് വൈകാരികമായൊരു അവസ്ഥയിൽ മനുഷ്യരെല്ലാവരും നിൽക്കുകയാണ്, കേരളം മൊത്തം നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം കുലംകുത്തി എന്ന് കുലംകുത്തി എന്നും കുലംകുത്തി തന്നെ എന്ന് പറഞ്ഞത്. അത് വടക്കൻ മലബാറിൽ RMP ശക്തമാക്കാൻ സഹായിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അങ്ങനെ ഒരു പാഠം മുന്നിൽ കിടക്കുമ്പോൾ അദ്ദേഹം കുറച്ചും കൂടി ഈ ഇലക്ഷൻ സമയത്ത് കുറച്ചും കൂടിയും ജാഗ്രത പുലർത്താമായിരുന്നു അദ്ദേഹത്തിന്. അത് പിന്നെ ഈ രാഷ്ട്രീയ വിയോജിപ്പുകളെ വ്യക്തിപരമായ അധിക്ഷേപമായി കൂട്ടിക്കലർത്തുന്നത് ജനാധിപത്യപരമായ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് വിരുദ്ധമാണ്. അപ്പോൾ മുഖ്യമന്ത്രി ഇത്തരം പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്തുകൊണ്ട് തങ്ങൾക്കും ഇത്തരം പ്രയോഗങ്ങൾ ആയിക്കൂടാ എന്ന് അണികൾ ചിന്തിക്കാം, താഴെത്തട്ടുള്ള സാധാരണക്കാർ ചിന്തിക്കാം. അപ്പം നമ്മുടെ PC ജോർജാണ് ഈ ഒട്ടും പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത പദപ്രയോഗങ്ങൾ ഉപയോഗിക്കാറ്. PC ജോർജിൻ്റെ നിലവാരം അത്രയേ ഉള്ളൂ എന്നുള്ളത്. PC ജോർജ് LDFിൻ്റെ കൂടെയും UDFിൻ്റെ കൂടെയൊക്കെ ഇരുന്നിട്ട് അവസരത്തിനനുസരിച്ചിട്ട് അദ്ദേഹം അധികാരത്തിൻ്റെ പിന്നാലെ പോകുന്ന, എവിടെയാണ് ബെറ്റർ, എവിടെയാണ് ഒരു സേഫ് സ്ഥലം കിട്ടുക, ഒരു കോർണർ കിട്ടുകയെങ്കിൽ അവിടെ അതിനനുസരിച്ച് പോകുന്നൊരു കക്ഷിയാണ്. അപ്പോൾ എത്ര വൃത്തികേടുകൾ അദ്ദേഹം പറഞ്ഞിട്ടും പിന്നെ ഏത് രാഷ്ട്രീയമാണല്ലോ, ഏത് രാഷ്ട്രീയ കക്ഷികളും അദ്ദേഹത്തിനെ അക്കോമഡേറ്റ് ചെയ്യാറുണ്ട്. അദ്ദേഹം അവസരത്തിനനുസരിച്ച് BJPയിൽ കോൺഗ്രസ്സിൽ പോയിട്ടുണ്ട്, LDFിൽ പോയിട്ടുണ്ട്, പിന്നീട് വീണ്ടും BJPയിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ ചെന്ന് മുസ്ലിംസിനെതിരെ വർഗീയത പറഞ്ഞ് വർഗീയ വിഷം, അവരെ വളരെ വർഗീയമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ നടത്തി. അതിനുശേഷം പിന്നീട് തുടർന്നുണ്ടായ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെടുകയൊക്കെ ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഗോദായിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ മുസ്ലിംസിനോടൊക്കെ നിരുപാധികം മാപ്പ് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പം ഇത് രാഷ്ട്രീയമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട്. അവർക്കൊന്നും ഒരു നാണോ മാനമൊന്നും ഇല്ല. പക്ഷേ അതുപോലെ ആയിരിക്കില്ല നമ്മുടെ മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾക്ക്. ഒരു പ്രത്യേക ഘട്ടത്തിൽ ദീർഘകാലം സഹവർത്തിച്ചു പോകുന്ന രാഷ്ട്രീയ കക്ഷിയായിട്ട് അഭിപ്രായ ഭിന്നതയുണ്ട്. എന്നും അഭിപ്രായം ഇരുമ്പോലൊക്കെ ഒന്നുമല്ലല്ലോ, എപ്പോൾ വേണമെങ്കിൽ മാറാം. അപ്പോൾ സഹകരിച്ചു പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ അതിൽ നിന്ന് പുറത്തു പോവുകയും അവനവന് കംഫർട്ടബിളായിട്ടുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയോടൊപ്പം യോജിച്ചു പോകുന്നതിലും ഒന്നും ആർക്കും തെറ്റില്ല. അതിനെ ഇത്തരം വാക്കുകൾ ഉപയോഗിച്ച് വിമർശിക്കുന്നത് സഹിഷ്ണുതയില്ലായ്മയാണ്, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അതേസമയം രാഷ്ട്രീയമായി അവരെ നേരിടാം, ആശയപരമായി നേരിടാം. അല്ലാതെ ഇത്തരം ജാതിയുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ അത്തരം പരാമർശങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് തന്നെയാണ് ഈ ആധുനിക സമൂഹത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് വളരെയധികം വിരുദ്ധമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരാളുടെ നയങ്ങൾ എത്ര മികച്ചതാണെങ്കിലും അത് പറയുന്ന രീതിയും പെരുമാറ്റവും മാന്യമല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മികച്ച നയങ്ങളുടെ തിളക്കം കുറയും. അപ്പോൾ പെരുമാറ്റവും മാന്യതയും സംസാര രീതിയും ഒക്കെ തന്നെ നല്ലതാണെങ്കിലേ ജനങ്ങളുടെ ഇടയിൽ, ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത ഉണ്ടാവുള്ളൂ. അത് പിണറായി വിജയനെ പോലെ നല്ല കരുത്തുറ്റൊരു അഡ്മിനിസ്ട്രേറ്ററാണ്. അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയാനൊന്നുമില്ല. പവർ കറപ്റ്റ്സ് ആൻഡ് ആബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ്. ചിലപ്പോൾ ഒരു അധികാരം വരുമ്പോൾ ഒരു ഗർവും, ചിലപ്പോൾ ഒരു ആന്ത്യമൊക്കെ ബാധിക്കും. കേവല മനുഷ്യരാണല്ലോ, എല്ലാവർക്കും ബാധിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിനും ബാധിച്ചിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ചില പദപ്രയോഗങ്ങൾ പൊളിറ്റിക്കൽ ഡെക്കോറത്തിന് ചേരാത്തതാണ്. അതേപോലെ തന്നെ പൊളിറ്റിക്കലി കറക്റ്റും അല്ല. അത് അദ്ദേഹം ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ വരും തലമുറയിലുള്ള ആൾക്കാർ എങ്ങനെ ഉപയോഗിക്കും? അത് അദ്ദേഹത്തെ പോലെ ഒരു ഔദ്യോഗികമായ ഒരു സ്ഥലത്തിരിക്കുന്ന ഒരു വ്യക്തി കുറച്ചും കൂടി ജാഗ്രതയോടുകൂടെ സംസാരിക്കണമായിരുന്നു. അത് സാധാരണക്കാർക്കും അതേപോലെ തന്നെ അണികൾക്കും മോശം സന്ദേശം തന്നെയാണ് കൊടുത്തത്. അത് ഒഴിവാക്കാമായിരുന്നു. നന്ദി, നമസ്കാരം.